വായ്പാ ലോണുകൾ എടുത്തവർക്ക് EMI കണക്ക് കൂട്ടാൻ വേണ്ടി ഗൂഗിൾ ഷീറ്റിൽ നമുക്ക് ലെറ്റ് ഫോർമുല ഉപയോഗിക്കുന്ന അതുമായി ബന്ധപ്പെട്ട 10 ഉദാഹരണങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ നമ്മൾ ഗൂഗിൾ ഷീറ്റിലെ ലെറ്റ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ സങ്കീർണമായ ലോൺ കണക്കുകൾ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ നമുക്ക് ലളിതമാക്കാമെന്നൊക്കെയാണ് ഇത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓരോ ഉദാഹരണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിളുകൾ ഇവിടെ പറയുന്നുണ്ട്. P അതായത് പ്രിൻസിപ്പൽ എമൗണ്ട്, വായ്പാ തുകയാണ്. പിന്നെ അതേപോലെ R എന്നത് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റാണ്, വാർഷിക പലിശ നിരക്ക്. പിന്നെ അതുപോലെ Y ഇയേഴ്സ്, കാലയളവ് വർഷത്തിൽ. പിന്നെ I ലളിതമായ EMI കണക്കാക്കാനുള്ള ബേസിക് EMI കാൽക്കുലേഷനാണ്. ഇങ്ങനെ സാധാരണ നമ്മൾ PMT ഫോർമുല അത് ഉപയോഗിക്കുമ്പോൾ റേറ്റിന് നമ്മൾ 12 കൊണ്ട് ഹരിക്കാനും പിന്നെ വർഷത്തെ നമ്മൾ 12 കൊണ്ട് ഗുണിക്കാനൊക്കെ മറന്നുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ലെറ്റ് വഴി ഇത് വ്യക്തമായി എഴുതുന്ന ഒരു രൂപങ്ങളാണ്. അപ്പോൾ അതിൻ്റെ സിനാരിയ ഇപ്പോൾ ഇവിടെ നമ്മൾ ഉദാഹരണത്തിൽ 5 ലക്ഷം രൂപ വായ്പ എടുത്തു, പിന്നെ 9% പലിശ നിരക്കിൽ 5 വർഷത്തേക്കാണെങ്കിൽ അതിൻ്റെ ഫോർമുല എഴുതുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഫോർമുല ഇതിൽ ഈക്വൽ ഞാൻ കളഞ്ഞാണ്, ഈക്വൽ ഇട്ട് കണ്ട് ലെറ്റ് ഫോർമുല അത് എഴുതിയാൽ മതി. പിന്നെ അതേപോലെ നമുക്ക് ആകെ തിരിച്ചടവ് വരിക എന്നുള്ളത് ടോട്ടൽ എമൗണ്ട് പിന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ മുഴുവൻ കാലയളവിൽ നിങ്ങൾ എത്ര രൂപ തിരിച്ചടക്കേണ്ടി വരുന്നില്ല, അപ്പോൾ EMI ഇൻറ്റു മന്ത്സ് കൂട്ടിയിട്ട് കുടിച്ചുകൊണ്ട് കിട്ടണം. അതുപോലെ ഇവിടെ ഇങ്ങനെ ഓരോന്നും അതേപോലെ ആകെ പൈസ മാത്രം കാണാനുള്ള ഫോർമുല പറയുന്നുണ്ട്. അപ്പോൾ വായ്പാ തുക കഴിച്ച് ബാക്കി എത്ര രൂപ അതിൽ കൊടുക്കേണ്ടി വരും, പൈസയായി കൊടുക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ വായ്പ എടുക്കാൻ അർഹതയുണ്ടോ എന്ന് നമുക്ക് ലോൺ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ അതിനുള്ള ഫോർമുല ഉണ്ട്. അപ്പോൾ നമ്മുടെ ശമ്പളത്തിൻ്റെ 40% കൂടുതൽ നമുക്ക് EMI വരുന്നുണ്ടെങ്കിൽ അവിടെ നോട്ടാണ്, അതായത് നമ്മൾ യോഗ്യത ഇല്ലാതെ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ശമ്പളത്തിൻ്റെ 40% കൂടുതൽ EMI വരുന്നത് ഒഴിവാക്കണം. അപ്പോൾ പരമാവധി വായ്പ എടുക്കാതിരിക്കാൻ വേണ്ടത്. കാരണം ബാങ്കിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് എല്ലാവരും നിർദ്ദേശിക്കുന്നത് വായ്പ എടുക്കാതിരിക്കുകയാണ്. കാരണം ഉള്ളത് സാമ്പത്തികം ഉണ്ടാകുന്നതൊക്കെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനേ അവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. ഇത് ഒഴിവാക്കാത്ത ഏതെങ്കിലും കുടുങ്ങിപ്പോയവർക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ഫോർമുലകളായി നമുക്കിത് കണക്ക് കൂട്ടാം. അതുപോലെ പ്രോസസ്സിംഗ് ഫീ ഉൾപ്പെടെയുള്ള യഥാർത്ഥ ചിലവ് നോക്കിയിട്ട് അതിൻ്റെ ഫോർമുല ഉണ്ട്. ഇങ്ങനെ ഓരോന്നിനും ഉള്ള 10ഓളം ഫോർമുലകൾ ലെറ്റ് ഫംഗ്ഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ 2 ലോണുകൾ തമ്മിലുള്ള താരതമ്യം ചെയ്യാം. അതുപോലെ അതായത് ബാങ്ക് രണ്ട് ബാങ്കുകളിൽ നിന്ന് EMIയിലുള്ള വ്യത്യാസം എന്തൊക്കെയെന്ന് നമുക്ക് ഒറ്റ സെല്ലിൽ കണക്കാക്കാനുള്ള ഫോർമുല. അതുപോലെ ലോൺ ബാലൻസ് ചെക്ക് ചെയ്യാനുള്ള ഫോർമുല. ഇങ്ങനെയൊക്കെ ഓരോ ഫോർമുലകൾ ഗൂഗിൾ ഷീറ്റ് ധാരാളമായി നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അതൊക്കെ നമുക്ക് പഠിച്ചാൽ നമുക്ക് കാര്യമായിട്ട് ചെയ്യാം. അതുപോലെ 2 വർഷം അടിച്ചു കഴിഞ്ഞിട്ടും ഇനി എത്ര രൂപ ബാക്കി അടക്കാണ്ട് എന്ന് PV ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടെത്താനുള്ള ഫോർമുല. ഇങ്ങനെ അതുപോലെ ഒരു ദിവസത്തെ ചിലവ്, അതായത് ഡെയിലി കോസ്റ്റ് ഓഫ് ലോണ്. ഈ ലോണ് കാരണം ഒരു ദിവസം നിങ്ങൾക്ക് എത്ര രൂപ ചിലവാകുന്നുണ്ട് എന്ന് ഈ ഫോർമുല കൊണ്ട് കണ്ടെത്താം. പിന്നെ 9ാമത്തെ കാലാവധി കുറയുമോ എന്ന് മനസ്സിലാക്കാണ്. അതായത് മാസം 1000 രൂപ അധികം അടച്ചാൽ, നമ്മൾ സദാ അടക്കുന്നതിനേക്കാളും 1000 രൂപ അധികം അടച്ചാൽ അത് എത്ര മാസം നേരത്തെ നമുക്ക് നമ്മുടെ ഈ ലോണ് തീരുമെന്ന് കണ്ടെത്താനുള്ള ഫോർമുല. അതുപോലെ നമ്മുടെ ഡൈനാമിക് ലോൺ സ്റ്റാറ്റസ്, അതായത് ലോണിൻ്റെ നിലവിലെ അവസ്ഥ ഒറ്റ വരിയിൽ എഴുതി കാണിക്കാനുള്ള ഫോർമുല. ഇങ്ങനെയുള്ള ഫോർമുലകളൊക്കെ നമുക്ക് ലെറ്റ് ഫംഗ്ഷൻ ഫോർമുല ഉപയോഗിച്ചാണ് ഇവിടെ ഈ ഉദാഹരണത്തിൽ 10 ഉദാഹരണങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ലെറ്റ് ഫോർമുല ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ സദാ എൻ്റെ പ്രിൻസിപ്പൽ റേറ്റ് കാണിക്കുന്നത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ വേഗത PMT പോലെയുള്ള ഫംഗ്ഷനുകൾ ഒരു തവണ മാത്രം കണക്കാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ അത് പലയിടത്തും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ എഡിറ്റിംഗ്, പരീക്ഷ നിരക്ക് 9% നിന്ന് 10% ആക്കാൻ ഫോർമുലയിൽ ഒരിടത്ത് മാത്രം മാറ്റിയാൽ മതി. അങ്ങനെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലായിടത്തും മാറിക്കോളും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ലെറ്റ് ഫോർമുല ഉപയോഗിക്കുമ്പോൾ ഉണ്ട്. അതൊക്കെയാണ്. അപ്പോൾ ഗൂഗിൾ ഷീറ്റ് ഇങ്ങനെ ഓരോന്നും പഠിക്കാനുള്ള ധാരാളം ഫോർമുലകളുണ്ട്. അത് മനസ്സിലാക്കി ചെയ്താൽ
നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും എളുപ്പമാക്കാൻ കഴിയും. ഓക്കെ, താങ്ക്സ്.